വളരെ എളുപ്പമാർഗത്തിൽ തയ്യാറാക്കാവുന്ന മീൻകറി, അതും അയിലക്കറി. നല്ല കൊടമ്പുളിയും നാളികേരപ്പാലും ചേർത്ത് നല്ല തൃശ്ശൂര് സ്റ്റൈലിൽ നമുക്കൊരു മീൻകറി പിടിക്കാം. അതിനായി വീഡിയോ കണ്ടിട്ട് വരാം. ഫ്രഷ് അയില നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അയിലേനെ ഒരു സുന്ദര കുട്ടപ്പനാക്കാൻ പോവാം. അപ്പോൾ നമ്മൾ നന്നാക്കി കൊടുത്ത് അതിൻ്റെ ചുറ്റും അതുപോലെ തന്നെ വാലും തലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായി കഴുകി ചെറിയ പീസുകളാക്കി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, സബോള, വേപ്പില, കൊടമ്പുളി, നാളികേരം, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത്. അതുപോലെ ഉള്ളിയും വേണേ. ഇനി നമ്മൾ ഈ നാളികേരം ഒരു മുറി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല ചൂട് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായി അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാല് കിട്ടും. അങ്ങനെ കുഞ്ഞു നിറഞ്ഞ സബോളയും നീളത്തിലരിഞ്ഞ ഇഞ്ചിയുമാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ എല്ലാ ഐറ്റം കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുക. ഇവർ മാത്രമേ നമ്മുടെ മിക്സ് കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൂട്ടി തിരുമ്പി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് പാല് നന്നായി ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് കയറ്റി നന്നായി തിളയ്ക്കാൻ കൊടുക്കുകയാണ്. നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കുനുകുനാന്നരിഞ്ഞ ഉള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ഈ ഉള്ളി നമ്മുടെ കറിയുടെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക. ആഹാ, നമ്മുടെ അയിലക്കറി സെറ്റായിട്ടുണ്ട്. വായിൽ വെള്ളം ഓടുന്ന നമ്മുടെ അയിലക്കറി ശരിയായിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിൽ നല്ല കൊടമ്പുളിയും നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള അയിലക്കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ.